ഗാസയിലെ കരയാക്രമണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ്. ആക്രമണം കടുത്തതോടെ ഗസയിൽ നിന്നുള്ള കൂട്ടപ്പലായനം തുടരുന്നു. 2 വർഷത്തോളമായി നടക്കുന്ന സംഘർഷം ഇസ്രയേൽ കടുപ്പിച്ചതോടെ 10,000-കണക്കിന് പേരാണ് തെക്കൻ മേഖലയിലേക്ക് പലായനം ചെയ്യുന്നത്. അൽ റഷീദ് സ്ട്രീറ്റിനു പുറമെ ഗസയിൽ നിന്നും പുറത്തുകടക്കാൻ വേണ്ടി സലാഹൽദീൻ തെരുവിലൂടെയുള്ള മറ്റൊരു റൂട്ട് കൂടി ഇസ്രയേൽ തുറന്നിട്ടുണ്ട്. 48 മണിക്കൂർ സമയത്തേക്ക് മാത്രമായിരിക്കും പാത തുറന്നു നൽകുക. ആകാശം, കടൽ, കര എന്നിവിടങ്ങളിൽ നിന്ന് നഗരം വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസ കത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണം കടുപ്പിക്കുന്നതും ആളുകളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകുന്നതും. ഇസ്രയേലിന്റെ കരയാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭയും രംഗത്തെത്തി. നഗരത്തിന്റെ ഏതാണ്ട് മുഴുവൻ ഭാഗത്തിന്റെയും നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി IDF വക്താവ് അറിയിച്ചു. ആഗോളതലത്തിൽ നിന്നും വലിയ സമ്മർദ്ദം ഉയരുന്നുണ്ടെങ്കിലും ഗാസയിലെ കരയാക്രമണത്തിൽ നിന്ന് പിന്മാറില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ. ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന അറബ് ഉച്ചകോടിയിലെ അറബ് രാജ്യങ്ങളുടെ മുന്നറിയിപ്പും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇസ്രയേൽ. ഇന്റർനാഷണൽ ഡെസ്ക്, കൈരളി ന്യൂസ്.